In this video, we are going to discuss about function calling methods. In C++, an argument can be passed to a function in two ways. There are two types of arguments: actual argument and formal argument. Actual argument are the arguments which are used in function call, and formal arguments are used in function definition. So based on the methods of passing these arguments, function calling methods can be classified into two. First one, call by value method, and second one, call by reference method. So arguments in pass ചെയ്യുന്ന രീതിക്കനുസരിച്ച് നമുക്ക് ഫംഗ്ഷൻ കോളിങ്ങിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: call by value method and call by reference method. First one, call by value method. It is also known as pass by value method. In this method, the value in the actual argument is passed to the formal argument. A copy of the actual argument is passed to the function. So, call by value method ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി ഓഫ് ഡാറ്റ മാത്രമാണ് ആരിലേക്ക് പാസ് ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിലൂടെ പാസ് ചെയ്യുന്ന ഡാറ്റയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. എന്നാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന ഡാറ്റയാണ്, അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഡാറ്റയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. സോ ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ വാല്യൂ, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ആ ഡാറ്റയുടെ ഒരു കോപ്പി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ കോപ്പി പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ സംഭവിച്ചാലും അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ഒരു കോപ്പി മാത്രമാണ് പാസ് ചെയ്യുന്നത്. Hence, if the formal argument is modified within the function, the change is not reflected in the actual argument at the calling place. അതുകൊണ്ടാണ് കോൾ ബൈ വാല്യൂ. സോ only a copy of the data is passed between actual argument and formal argument. So any modifications happen in the formal argument, it will not affect in the actual argument. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഡാറ്റ മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ ഡാറ്റയുടെ ചേഞ്ചസ് ഒന്നും ഒരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് എഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ഒരു കോപ്പി മാത്രമാണ്, ഒരു ഫോട്ടോസ്റ്റാറ്റ് മാത്രമാണ് അതിലേക്ക് പാസ് ചെയ്തത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് ഓൾവേസ് ബി വിത്ത് ദ നമ്മൾ എവിടെയാണോ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഉള്ളത് അത് അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു കോപ്പി ഓഫ് ഡാറ്റ മാത്രമേ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആ ഡാറ്റയ്ക്ക് വന്നാലും അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ ബാധിക്കില്ല. അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡിനെയാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് പ്രോഗ്രാം. മെയിൻ്റെ അകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് എക്സ് ഈക്വൽ ടു 20. ചേഞ്ച് ഓഫ് എക്സ്, ഇതൊരു ഫംഗ്ഷൻ കോളാണ്. കാരണം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മെയിന് ശേഷം, അല്ലേ? സോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പേരാണ് ചേഞ്ച്. റിട്ടേൺ ടൈപ്പ് വോയിഡ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ആർഗ്യുമെൻ്റ് ഉണ്ട്, ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് ഇൻറ്റീജറാണ്. കാരണം ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് അല്ലേ, ഫംഗ്ഷൻ കോളാണ് ചേഞ്ച് ഓഫ് എക്സ്. അപ്പോൾ ഈ എക്സ് എന്താണ് ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ആ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും, അല്ലേ? അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 20. ഈ 20 എന്ന വാല്യൂ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റിലേക്ക്. ദിസ് ഇസ് നോൺ ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഈ ഡാറ്റയുടെ ഒരു കോപ്പി മാത്രമാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ 20 എന്ന ഡാറ്റ ഇതിലേക്ക് പാസ് ചെയ്യണം. ഈ ഡാറ്റയ്ക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റം വന്നാലും അതൊരിക്കലും എക്സ് എന്ന ഡാറ്റയിലേക്ക് ചേഞ്ച് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റ് എൻ, അപ്പോൾ 20 എന്നത് ഇവിടേക്ക് വന്നു, അല്ലേ? ഇവിടെ ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നത്? n ഈക്വൽ ടു n+1, 21 ആയി. സി ഔട്ട് n, എന്നിൻ്റെ വാല്യൂ എന്തായി? 21. ഈ പ്രോഗ്രാം ഫംഗ്ഷൻ്റെ കേളി ബ്രാക്കറ്റ് എൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് പ്രോഗ്രാമിലേക്ക് തന്നെ പോകും. ഇവിടെ എക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 20, അല്ലേ? കാരണം എക്സിന് യാതൊരു മാറ്റവും വരുന്നില്ല പറഞ്ഞു. കാരണം ഈ കോപ്പി ഓഫ് ദ ഡാറ്റ ഈസ് പാസ്ഡ് ടു ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. നമുക്കൊന്നും കൂടി ഫിഗറിലേക്ക് നോക്കാം.
ബിഫോർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എക്സിൻ്റെ വാല്യൂ എന്താണ് 20 അല്ലേ? കാരണം എന്നുള്ള വാല്യൂ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നുള്ള വാല്യൂ ഇവിടെ ബ്ലാങ്ക് ആണ്. ഫംഗ്ഷൻ കോൾ നടക്കുന്നതിന് മുന്നേ ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ ബിഫോർ ഫംഗ്ഷൻ കോൾ എക്സിൻ്റെ വാല്യൂ 20. കാരണം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് എന്നിൻ്റെ വാല്യൂ ഉണ്ടായിട്ടുണ്ടാവില്ല. ദിസ് വൺ ഈസ് ബ്ലാങ്ക്. ഓക്കെ, ഇനി ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾ എന്താണ് നടക്കുന്നത്? ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എക്സിൽ നിന്ന് ഒരു കോപ്പി ഓഫ് ഡാറ്റ ആണ് എങ്ങോട്ട് പോകുന്നത്? എന്നിലേക്ക് പോകുന്നത് അല്ലേ? എക്സിൻ്റെ 20 എന്ന ഡാറ്റ എന്നിലേക്ക് പോകുന്നു. അപ്പോൾ എന്നിലും എന്തിൻ്റെ സംഭവിക്കുന്നത്? 20. ഇനി നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ ഇവിടെ 21 ആവുന്നുണ്ട്. എന്നിട്ട് എന്നിവിടെ പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ആഫ്റ്റർ ഫംഗ്ഷൻ എക്സിക്യൂഷൻ എന്നിൻ്റെ വാല്യൂ 21 ആവുന്നു. പക്ഷെ അത് ഒരിക്കലും ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? എക്സിൽ നിന്നുള്ള ഡാറ്റ വേരിയബിളിലെ വാല്യൂവിന് ചേഞ്ച് ആവുന്നില്ല. That means a copy of the data is passed between the arguments. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് ആ ഡാറ്റയുടെ ഒരു കോപ്പി മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചേഞ്ചസ് ഈ ഫംഗ്ഷൻ ഡെഫിനേഷനിൽ വന്നാലും അതൊന്നും ഒരിക്കലും ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള പാസിംഗ് മെത്തേഡ്സ്, ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡിനെയാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. So when an argument is passed by reference, the reference of the actual argument is passed to the function. സോ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകത, നേരത്തെ നമ്മൾ കോപ്പിയാണ് പാസ് ചെയ്തത്, ഇവിടെ അങ്ങനെയല്ല. ഈ വേരിയബിൾ രണ്ട് വേരിയബിളും, അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഷെയർ ചെയ്യുന്നത് സെയിം അഡ്രസ്സിലുള്ള ഡാറ്റയാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ വന്നാലും അത് ആരെ റിഫ്ലക്റ്റ് ചെയ്യും? ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വന്നാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. So when an argument is passed by reference, the reference of the actual argument is passed to the function. As a result, the memory location allocated to the actual argument will be shared by the formal argument. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ മെമ്മറി ലൊക്കേഷനിലായതുകൊണ്ട് എന്തൊക്കെ മാറ്റം ആ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വന്നാൽ അതെല്ലാം ആരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കും. ബിക്കോസ് ദേ ഷെയർഡ് എ കോമൺ മെമ്മറി ലൊക്കേഷൻ. അവർ ഒരേ മെമ്മറി ലൊക്കേഷന് വ്യത്യസ്തങ്ങളായ പേര് കൊടുക്കുക ചെയ്യുന്നത്. For example, so if the actual argument is modified within the function, the change will be reflected in the actual argument. Okay, so in C++, to pass an argument by reference, we use reference variable. ഇവിടെ നമ്മൾ വേരിയബിൾ, അതായത് പാസ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിന് ഒരു പ്രത്യേകതയുണ്ട്. റെഫറൻസ് വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിന് തൊട്ട് മുന്നേ ആംപ്രസൻറ്റ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഏലിയാസ് ഓഫ് ദ വേരിയബിൾ. അതായത് ആ വേരിയബിളിന് തന്നെ വേറെ ഒരു പേര് കൊടുക്കുകയാണ്. സെയിം ലൊക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ ഒന്നായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് നെയിംസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നാലും ആ വേരിയബിൾ നെയിമിൽ സംഭവിക്കുമ്പോഴും അതെല്ലാം കോമൺ മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് ആ ഡാറ്റ രണ്ട് വാല്യൂസിലും ചേഞ്ചസ് സംഭവിക്കാം. Okay, so ഒന്നുകൂടെ പറയാം. When an argument is passed by reference, the reference of the actual argument is passed to the function. As a result, the memory location allocated to the actual argument will be shared by the formal argument. If the formal argument is modified within the function, the change will be reflected in the actual argument at the calling place. In C++, to pass an argument by reference, we use reference variable as formal parameter. ഫോർമൽ പാരാമീറ്റർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിൾ. ഒരു ചേഞ്ച് സംഭവിക്കണം, ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിളിനെ പറയുന്നത് റെഫറൻസ് വേരിയബിൾ എന്താണ്? റെഫറൻസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ആ വേരിയബിളിന് തൊട്ട് മുന്നേ ആംപ്രസൻറ്റ് സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സെയിം പ്രോഗ്രാം, നേരത്തെ പറഞ്ഞ അതേ പ്രോഗ്രാമാണ്. മെയിനിൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എക്സ് ഇൻറ്റീജർ വേരിയബിളാണ്. എക്സിൻ്റെ അകത്ത് 20. ചേഞ്ച് ഓഫ് എക്സ്, ഈ എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ ആർഗ്യുമെൻ്റ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് നമുക്കറിയാം, ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആരിലേക്ക് പാസ് ചെയ്യും? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ
ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഈ ഒരു എന്ന് പറഞ്ഞ വേരിയബിളിന് തൊട്ട് മുന്നേ ഒരു ആംപർസൻഡ് സിമ്പിൾ. ദാറ്റ് മീൻസ് ദിസ് വേരിയബിൾ ഈസ് എ റെഫറൻസ് വേരിയബിൾ. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വേരിയബിളും ഷെയർ ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനെയാണ്. That means n is an alias of the variable x, means n is an another name of the variable x. x എന്ന വേരിയബിളിൻ്റെ അനദർ വേറെ പേരാണ് n, ബിക്കോസ് രണ്ടാളും ഷെയർ ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഈ 20 എന്ന വാല്യൂ ആരിലേക്ക് പാസ് ചെയ്തു? എന്നിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെ എന്തൊക്കെ മാറ്റം സംഭവിച്ചോ അതൊക്കെ ആരിനെ ബാധിക്കും? എക്സിനെയും ബാധിക്കും, ബിക്കോസ് ദേ ഷെയർഡ് എ കോമൺ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ 20 ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിൻ്റെ അകത്ത് n = n+1, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 21. ഓക്കെ, സി ഔട്ട് n എന്തായിട്ടുണ്ടാവും? 21. തിരിച്ച് നമ്മൾ പ്രോഗ്രാം ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ പോയി സി ഔട്ട് എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 21, ബിക്കോസ് അത് രണ്ടും ഷെയർ ചെയ്യുന്നത് കോമൺ ഏരിയയാണ്. നമുക്ക് നോക്കാം. സോ ബിഫോർ ഫംഗ്ഷൻ കോൾ തുടങ്ങുന്നതിന് മുന്നേ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളേ ഉള്ളൂ അല്ലേ? അവരുടെ വാല്യൂ എന്താണ്? 20. ഇതിൻ്റെ അകത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അതിൻ്റെ മുന്നെയാണത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20. ഇനി ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എക്സിൻ്റെ വാല്യൂ 20 ആരിലേക്ക് പാസ് ചെയ്തു? എന്നിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം മെമ്മറി ലൊക്കേഷന് രണ്ട് പേരുകളാണ്, ഒന്ന് എക്സും ഒന്ന് എന്നും. അതാണ് റെഫറൻസ് വേരിയബിൾ കൊണ്ട് പറയുന്നത്. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ തൊട്ടും പ്രൊസീഡഡ് ബൈ ആൻ ആംപർസൻഡ് സിമ്പൽ. ദാറ്റ് മീൻസ് ദിസ് ടു വേരിയബിൾസ് ഷെയർഡ് എ കോമൺ മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷന് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. അപ്പോൾ ഇതിലുള്ള ഡാറ്റ ഒന്ന് തന്നെയാണ് ഉണ്ടാവുക, രണ്ടുപേരും സെയിം ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായി? 20. സോ ആഫ്റ്റർ എക്സിക്യൂഷൻ എന്തായി? ഇവിടെ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, n+1 അല്ലേ? അപ്പോൾ 20 എന്നുള്ളത് എന്തായി? 21. ഓക്കെ, ദെൻ തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ ഈ 21 എന്നുള്ളത് എക്സിൻ്റെ എന്നിൻ്റെ സെയിം നെയിമാണ് അല്ലേ? അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് n ഇവിടെ പ്രിൻറ്റ് ചെയ്താൽ 21, തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ പോയി എക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോഴും എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് വരിക? 21. Okay, so a common memory location is shared. So it is a reference variable, means that variable is a reference to another because both are alternate names. രണ്ട് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. ഇപ്പം നമുക്ക് ഇരട്ട പേരുകൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഇരട്ട പേരുകൾ എന്ന് പറയുമ്പോൾ എന്താണോ നമ്മുടെ പേര്, നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ഓമനപ്പേരും നമ്മളെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതേപോലെയാണ് റെഫറൻസ് വേരിയബിൾ. രണ്ടും യൂസ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് ഡാറ്റ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആ ഡാറ്റയ്ക്ക് വന്നാലും അതെല്ലാം ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കും, ഫോർമൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കും. ബിക്കോസ് ദേ ഷെയർ എ കോമൺ മെമ്മറി ലൊക്കേഷൻ. അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നെയിംസ് ആണ് അവിടെ ഉണ്ടാവുക. രണ്ടിനും ഓരോ കണ്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനാണ്, വ്യത്യസ്തങ്ങളായ പേരുകൾ വെച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് മാത്രം. സോ ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡിനെയാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്, ഓർ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. സോ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഓർഡിനറി വേരിയബിൾ ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റർ ആയിട്ട് സാധാ ഒരു വേരിയബിൾ തന്നെ യൂസ് ചെയ്യുന്നത് അല്ലേ? ബട്ട് റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റർ. കോൾ ബൈ റെഫറൻസിൽ ഫോർമൽ പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിളാണ്. റെഫറൻസ് വേരിയബിളിൻ്റെ പ്രത്യേകത ആ വേരിയബിളിന് തൊട്ട് മുന്നേ ആംപർസൻഡ് സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാവാം? കോൺസ്റ്റൻ്റ് ആവാം, വേരിയബിൾസ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി. ആക്ച്വൽ പാരാമീറ്റേഴ്സ് വേരിയബിൾസ് ആവും, മസ്റ്റായിട്ട് വേരിയബിൾസ് തന്നെ ആവണം. തേർഡ് പോയിന്റ്, ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നാലും അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് ബാധിക്കില്ല. നേരെ മറിച്ച് കോൾ ബൈ റെഫറൻസിൽ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. എന്തൊക്കെ ചേഞ്ചസ് ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വന്നോ അതെല്ലാം ആരെ ബാധിക്കും? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിന് ബാധിക്കും. ലാസ്റ്റ് വൺ, എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനെയാണ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വന്നാലും മറ്റേതിന് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. ബിക്കോസ് ബോത്ത് യൂസസ് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ്, മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെൻറ്റ്
ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും കോമൺ ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചേഞ്ചസ് അതിൽ വന്നാലും രണ്ടുപേരെയും അത് റിഫ്ലക്റ്റ് ചെയ്യും. So these are the difference between call by value method and call by reference method. So നമുക്കൊരു പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു സ്വാപ്പ് ദ വാല്യൂസ് ഓഫ് ടു വേരിയബിൾസ് യൂസിങ് ഫങ്ഷൻസ് വെച്ചിട്ട് രണ്ട് വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സ്വാപ്പിംഗ് മീൻസ് എക്സ്ചേഞ്ചിങ് ദ വാല്യൂസ്. So here there's a function. നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്വാപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പാണ് വോയിഡ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ആർഗ്യുമെൻറ്റ് ശ്രദ്ധിച്ചോളൂ. എന്താണ് പ്രത്യേകത? റെഫറൻസ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും? കോൾ ബൈ റെഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്, ഇത് ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. നമുക്കതിന് മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. m,n both are integers. m equal to 10, n equal to 20 അല്ലേ? ബിഫോർ സ്വാപ്പിംഗ്, സി ഔട്ട് ബിഫോർ സ്വാപ്പിംഗ്. അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും ബിഫോർ സ്വാപ്പിംഗ്. എന്താ എമ്മിൻ്റെ വാല്യൂ? 10, എന്നിൻ്റെ വാല്യൂ എന്താ? 20 അല്ലേ? എമ്മിൻ്റെ വാല്യൂ 10, എന്നിൻ്റെ വാല്യൂ 20. So that is print ചെയ്യും. This statement swap m, n, this is function call. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണം. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പോൾ എമ്മും എന്നും ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. എമ്മിൻ്റെ വാല്യൂ 10, എന്നിൻ്റെ വാല്യൂ 20. ഇത് എവിടേക്ക് പാസ് ചെയ്യും? ഇത് ഫംഗ്ഷൻ കോളിലേക്ക്, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എക്സിലേക്ക് 10 വരും, വൈയിലേക്ക് 20 വരും. അപ്പോൾ ഇത് റെഫറൻസ് വേരിയബിൾ ആയതുകൊണ്ട് രണ്ടുപേരും ഷെയർ ചെയ്യുന്നത് കോമൺ മെമ്മറി ലൊക്കേഷനാണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂവും എമ്മിൻ്റെ വാല്യൂവും 10, വൈയുടെ വാല്യൂവും എന്നിൻ്റെ വാല്യൂവും 20 ആണല്ലോ. ഇനി ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 10 എന്നുള്ളത് വൈയിലേക്കും വരണം, ഈ 20 എന്നുള്ളത് എക്സിലേക്കും വരണം. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് ടി എന്ന് പറഞ്ഞൊരു വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ടിയിലേക്ക് ആദ്യം നമ്മൾ എക്സിനെ കോപ്പി ചെയ്തു. അപ്പോൾ തൽക്കാലം ഈ 10 എന്നുള്ള വാല്യൂ നമ്മൾ ടിയിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് എക്സിലേക്ക് ആരെ കൊണ്ടുവന്നു? വൈയുടെ വാല്യൂ. വൈയുടെ വാല്യൂ ഇപ്പോൾ എന്താ? 20. അപ്പോൾ 20 ഏതിലേക്ക് വന്നു? എക്സിലേക്ക് വന്നു. എന്നിട്ട് വൈയിലേക്ക് ആരെ കോപ്പി ചെയ്തു? ഈ ടിയുടെ വാല്യൂ. ടിയിൽ ഇപ്പോൾ 10 ഉണ്ടല്ലോ, അത് ആരിലേക്ക് വന്നു? വൈയിലേക്ക് വന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 ആയി, വൈയുടെ വാല്യൂ 10 ആയി. സോ ഫംഗ്ഷൻ തിരിച്ച് പോവുകയാണ്. കാരണം ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? മെയിൻ ഫംഗ്ഷൻ എവിടേക്കാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. സി ഔട്ട് ആഫ്റ്റർ സ്വാപ്പിംഗ് എം ഈക്വൽ ടു, ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക? എമ്മിൻ്റെ വാല്യൂ ഇവിടെ 20 ആയിരിക്കും ഉണ്ടാവുക അല്ലേ? എന്നിൻ്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 20, എന്നിൻ്റെ വാല്യൂ 10. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാണ് എമ്മും എന്നും ഇവിടെ മാറാൻ കാരണം? ബിക്കോസ് ദേ യൂസ് ദ റെഫറൻസ് വേരിയബിൾ. ഇത് കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് കോൾ ബൈ വാല്യൂ ആണെങ്കിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ 10ഉം 20 ആയിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ ഒരു കോപ്പിയോ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ടുമാണ് രണ്ടുപേരും കോമൺ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയത്. ക്ലിയർ ആയോ? റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന് തൊട്ട് മുന്നേ ആംപർസൻഡ് സിമ്പിൾ അത് യൂസ് ചെയ്യുന്നത്, രണ്ടുപേരും റെഫറൻസ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ടാണ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റെഫറൻസ് വേരിയബിൾ ആയിട്ട് കോൾ ബൈ റെഫറൻസിൻ്റെ കേസിൽ ഏത് പാരാമീറ്ററാണ് യൂസ് ചെയ്യുക? ഫോർമൽ പാരാമീറ്ററാണ്. ആക്ച്വൽ പാരാമീറ്റർ ആ വേരിയബിൾ തന്നെയായിരിക്കും. ഫോർമൽ പാരാമീറ്റർ ആയിരിക്കും റെഫറൻസ് വേരിയബിൾ. ഫോർമൽ പാരാമീറ്റർ മീൻസ് ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ. Scope and life of variables and function. Scope and life of variables and function. Scope of a variable or a function is that part of the program in which it is used. ഒരു വേരിയബിളിൻ്റെയോ ഫംഗ്ഷൻ്റെയോ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാമിൽ എവിടെ യൂസ് ചെയ്യും, എത്ര നേരം അത് എക്സിസ്റ്റ് ചെയ്യും, അതിൻ്റെ ലൈഫ് എത്രത്തോളം എക്സിസ്റ്റ് ചെയ്യും, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. There are 2 types of scope, local scope and global scope. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞു വേരിയബിൾസിൻ്റെ കേസിലും സ്കോപ്പ് ഉണ്ട്, ഫംഗ്ഷൻ്റെ കേസിലും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ 2 തരത്തിൽ സ്കോപ്പ് ഉണ്ട്, ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്കോപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വേരിയബിൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ആവുന്നതോടുകൂടി അതിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞു, അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. കാരണം ആ പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മാത്രമായിരിക്കും. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്.
എന്നാൽ ഗ്ലോബൽ വേരിയബിൾസിൻ്റെ പ്രത്യേകത ആ വേരിയബിൾസ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എൻ്റയർ പ്രോഗ്രാം അവസാനിക്കുന്നവരെ അത് എക്സിസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ഗ്ലോബൽ വേരിയബിൾസ് എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കേസിൽ ഇൻറ്റ് എം കോമ എന്ന് ഈ മെയിനിൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്തത്. ഈ ഇൻറ്റ് എം കോമ എന്നുള്ള മെയിനിൻ്റെ മുകളിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലോബൽ വേരിയബിളായി. ദാറ്റ് മീൻസ് ആ വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഇത് നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എമ്മും എന്നും ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഫംഗ്ഷൻ കഴിയുന്നതോടുകൂടെ എൻഡായി. അതേപോലെ തന്നെയാണ് ഇവിടെ സ്വാപ്പിൻ്റെ അകത്ത് ടി എന്ന് പറയുന്ന വേരിയബിൾ കണ്ടില്ലേ, ഈ വേരിയബിൾ ഇതേപോലെ തന്നെയാണ്. കാരണം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ് അതിൻ്റെ സ്കോപ്പ് ഉള്ളത്. എക്സും വൈയും എല്ലാം ഇതിൻ്റെ അകത്ത് മാത്രമാണ്. ഇതൊന്ന് പുറത്ത് വരുന്നതോടുകൂടെ അതിൻ്റെ സ്കോപ്പും കഴിഞ്ഞു. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്ലോബൽ വേരിയബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ മെയിനിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇൻറ്റ് എം കോമ എന്നുള്ളത് നമുക്ക് മെയിനിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്താൽ അത് ഏതൊക്കെ ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമുക്കത് യൂസ് ചെയ്യാം. കാരണം ആ പ്രോഗ്രാം കഴിയുന്നത് വരെ അതിന് എക്സിസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. ലോക്കൽ വേരിയബിൾസ് അവൈലബിൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ഫ്രീ വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. സോ അങ്ങനെ ഒരു വേരിയബിളിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ്. അതേപോലെ തന്നെ ആ മെമ്മറി ഫ്രീ ആവും ഇപ്പോൾ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ. സോ ഒരു വേരിയബിൾ ലോക്കൽ വേരിയബിൾ അത് ആക്റ്റീവ് ആവുന്നത് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവും, ഫംഗ്ഷൻ തീർന്നതോടുകൂടെ അത് ഇനാക്റ്റീവായി മാറും. അതിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻസ്. എല്ലാ ഫംഗ്ഷൻസിൻ്റെയും മുകളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഏതൊക്കെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യാം. സോ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഫ്രീ വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ് എക്സിക്യൂഷൻ. അപ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ അലോക്കേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ആയത് കഴിഞ്ഞാൽ ആ മെമ്മറി ഫ്രീ ആവുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാം ഏത് വേരിയബിളിന് സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ വേരിയബിളിന് സ്കോപ്പ് ഉണ്ട്. പക്ഷെ ലോക്കൽ വേരിയബിളിന് എവിടെ മാത്രമേ സ്കോപ്പ് ഉള്ളൂ, ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് ലോക്കൽ ഫംഗ്ഷൻസും ഗ്ലോബൽ ഫംഗ്ഷൻസും. ലോക്കൽ ഫംഗ്ഷൻസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ or a block of statements and defined after the calling function. ആ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ ആക്റ്റീവ് ആവുന്നത് അതിൻ്റെ അകത്ത് മാത്രമാണ്. ഡിക്ലെയർ വിത്തിൻ ഏത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണോ അത് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് മാത്രമാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ദ ബ്ലോക്ക്. ഇറ്റ് ക്യാൻ ബി അവിടെ നിന്ന് മാത്രമേ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഗ്ലോബൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇറ്റ് ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ അതർ ഫംഗ്ഷൻ. മറ്റുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ മെയിൻ്റെ മുകളിലാണ് ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാം ആ ഫംഗ്ഷൻ എവിടെ നിന്ന് വേണമെങ്കിലും അതിന് കോൾ ചെയ്യാം. ആക്സസിബിൾ ബൈ ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. അതാണ് ഗ്ലോബൽ വേരിയബിളും ഗ്ലോബൽ ഫംഗ്ഷനും. ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതേപോലെ ഗ്ലോബൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ ഫംഗ്ഷൻസ് പറഞ്ഞാൽ അത് പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മാത്രമേ അത് എക്സിസ്റ്റ് ആവുന്നുള്ളൂ. Okay, so that's the end.